ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെ, അതായത് ചാലക്കുടി ബ്രാഞ്ചിൽ LICയിൽ അഡ്വൈസേഴ്സായിട്ടോ അല്ലെങ്കിൽ ഏജൻസായിട്ടോ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത്. അതായത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമുക്കിതിൽ ജോലി ചെയ്യാം. ലേഡീസിന് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് മാസം ഒരു 7,000 രൂപ മന്ത്ലി സ്റ്റൈപ്പൻഡോട് കൂടി, ആദ്യത്തെ വർഷം 7,000 രൂപ, രണ്ടാമത്തെ വർഷം 6,000 രൂപ, മൂന്നാമത്തെ വർഷം 5,000 രൂപ. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ബേസിൽ നമ്മൾക്ക് കമ്മീഷനും ഉണ്ടായിരിക്കും. ആ രീതിയിൽ ലേഡീസിന് വേണമെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്യാം. ജെൻസിന് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കമ്മീഷനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മാസം 10,000 രൂപ മതി, അല്ലെങ്കിൽ 50,000, അല്ലെങ്കിൽ 5 ലക്ഷം, എത്രയാണോ എനിക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. അതുപോലെ നമ്മളുടെ ഫ്രീ ടൈം അനുസരിച്ച്, നമ്മളുടെ സമയം അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. നോർമലി ഒരു ഓഫീസിലെത്തുന്ന പോലെ 10 മണിക്ക് എത്തണം, 5 മണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമവും ഇവിടെയില്ല. നമ്മൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ ജോലി വരുന്നത് ഈ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ LICയിൽ ഒരുപാട് പോളിസികളുണ്ട്, അതെന്താണെന്ന് പഠിക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലെന്താണ് അവരടയ്ക്കുന്നത്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അവരെ സംബന്ധിച്ച് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ ജോലിക്ക് ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പം ഞാൻ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 18 വർഷമായി. ഇപ്പം ഞാൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നത്. ഞാൻ ഇതിൽ വരാൻ കാരണം, ഞാനൊരു ഫുൾ ടൈം ജോലിയായിരുന്നു, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് രണ്ടാമത്തെ മോനായപ്പോൾ എനിക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ മൂത്ത മോളും രണ്ടാമത്തെ മോനും കൃത്യം 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ മോൾക്ക് 2 വയസ്സായ അന്നാണ് മോനുണ്ടായത്. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ മോനായപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു. അതിനുശേഷം ഒരു വയസ്സായപ്പോൾ ഞാനൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലാണ് LICയിൽ ഏജൻസി എടുത്തത്. പക്ഷെ ഇന്ന് തമ്പുരാൻ്റെ കൃപ കൊണ്ട് അത് നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അന്ന് ഒരു വയസ്സായ മോന് ഇന്ന് 18 വയസ്സായി. അപ്പോൾ ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കും, നമുക്ക് സമയം കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ആ രീതിയിലേക്ക് ഞാനായി. ഇപ്പോൾ ഒരു ചീഫ് അഡ്വൈസർ എന്നുള്ള ഇതിലേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏജൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിവെക്കാനായിട്ടൊരു സമയമുണ്ട് എങ്കിൽ നമ്മൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം. കാരണം നമ്മളുടേതായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ആ രീതിയിൽ വർക്ക് ചെയ്താൽ, അതായത് ഇപ്പോൾ ഇൻഷുറൻസ് അഡ്വൈസേഴ്സിൽ മാസം 500 രൂപ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടാവാം, 50,000 ഉണ്ടാക്കുന്നവരും ഉണ്ടാവാം, 5 ലക്ഷം ഉണ്ടാക്കുന്നവരും ഉണ്ടാവാം എന്നല്ല, ഉണ്ട്. അത് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ റിട്ടേണും വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ട്സുകൾ നന്നായിട്ട് പഠിച്ച് അത് മറ്റുള്ളവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ മേ ബി സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മളിപ്പോൾ ഒരു 10 പേര് ഇത് കണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 പേരും എടുക്കണമെന്നില്ല. കാരണം നമ്മൾ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല. പക്ഷേ ഈ 10 പേരിൽ ചിലപ്പോൾ 8 പേരും കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഇതിലേക്ക് വരും. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഫാമിലിയിൽ വരുമാനമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡൻസ് ഉണ്ട് എങ്കിൽ അവർക്ക് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. കാരണം ഇപ്പോൾ ആരാണെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നത് നമുക്ക് ദാഹിക്കുമ്പോഴാണ്. പക്ഷേ ഇൻഷുറൻസിൻ്റെ ആവശ്യം ആളുകൾക്ക്
തോന്നുന്നത്. ഇപ്പം ഒരു വീട്ടിൽ വരുമാനമുള്ള ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴായിരിക്കും ഇത് ആലോചിക്കുന്നത്. അപ്പം ഇൻഷുറൻസ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് അത് കിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നു അവരുടെ ഫിനാൻഷ്യലി അവർക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഒരു പോളിസി മെഡിക്ലെയിം എടുത്തിരുന്നെങ്കിൽ എന്ന് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഒരു അസുഖം വന്നതിന് ശേഷം അത് എടുക്കാൻ പറ്റില്ല. അപ്പം ഇൻഷുറൻസ് ഒരിക്കലും ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്നതല്ല, ആരോഗ്യമുള്ള സമയത്ത് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അത് എന്താണെന്ന് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ നീഡ്, ഇപ്പം ചിലരെ സംബന്ധിച്ച് അവർക്ക് കറക്റ്റ് അവർക്കറിയാം എനിക്ക് എന്താണ് ആവശ്യങ്ങൾ, ആ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് എനിക്ക് വേണ്ടത്. ചിലരെ സംബന്ധിച്ച് എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പം അത് വേണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പിന്നെ ഡിസിഷൻ അവരെടുക്കട്ടെ. അതാണ് നമ്മളുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ്സായവർക്ക് തുടങ്ങി ഇതിൽ ജോയിൻ ചെയ്യാം. ഇനി അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ഡിഗ്രി ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്, കാരണം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം ഇപ്പോൾ ഈ ഫീൽഡിൽ 10th പാസ്സായവർ തുടങ്ങി ചാർട്ടേഡ് അക്കൗണ്ടൻസും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പാർട്ട് ടൈം ആയിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്ക് ജോലിയുടെ കൂടെ ഒരു അഡീഷണൽ ടൈം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ സമയം കൂടുതലുണ്ട്, ഇപ്പോൾ ജോലി ഫുൾ ടൈം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങൾ മെയിൽ ചെയ്യാം. എൻ്റെ മെയിൽ ID metinsajeev@gmail.com. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. മെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു ബയോഡാറ്റ അതിൻ്റെ കൂടെ ഒന്ന് സെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങളെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം. അപ്പോൾ ആ ഡേറ്റിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ SSLC ആണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ SSLCയുടെ സർട്ടിഫിക്കറ്റ്, അല്ല നിങ്ങൾ ഡിഗ്രിയോ PGയോ എന്താണോ ഉള്ളത് അത് SSLCയുടെ സർട്ടിഫിക്കറ്റ് പ്ലസ് നിങ്ങളുടെ എന്താണോ ക്വാളിഫിക്കേഷൻ ആ സർട്ടിഫിക്കറ്റ്, അതായിട്ടാണ് ഇൻ്റർവ്യൂവിന് വരേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ എനിക്ക് വാട്സപ്പിലേക്കോ മെയിലിലേക്കോ സെൻഡ് ചെയ്യാം. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസിൽ LICയിലുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടണമെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഞാനിപ്പോൾ LICയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സർവീസസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏജൻറ്റിൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം, എന്നിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. പിന്നെ ലേഡീസിന് ഞാൻ ഈ പറഞ്ഞ സ്റ്റൈപ്പൻഡ് അതൊരു ഗവൺമെൻറ് സ്കീമാണ്, ലേഡീസിന് മാത്രം കിട്ടുന്നത്. അത് ഇപ്പോൾ ഓപ്പൺ ആണ്, അതെന്ന് വരെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുള്ള സമയത്താണെങ്കിൽ ആ സ്റ്റൈപ്പൻഡോട് കൂടി, അതായത് നമ്മൾ ചെയ്യുന്ന കമ്മീഷൻ്റെ കൂടാതെ സ്റ്റൈപ്പൻഡ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് രീതികളാണോ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള അതനുസരിച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പിലോ മെയിലിലോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ